കോപ്പ അമേരിക്ക കലാശപ്പോരാട്ടം വിജയിച്ചതിനു ശേഷം ഫ്രാൻസ് താരങ്ങൾക്കെതിരെ അർജന്റീനയുടെ ചില താരങ്ങൾ നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദമായി മാറിയിരുന്നു. വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ച വിവാദത്തിന് ശേഷം ഫ്രാൻസും അർജന്റീനയും നേർക്കുനേർ വരുന്നതിൻ്റെ ആവേശത്തിലാണ് ഫുട്ബോൾ ആരാധകർ. പാരീസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സ് പുരുഷ ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലാണ് അർജന്റീനയും ഫ്രാൻസും ഏറ്റുമുട്ടാനൊരുങ്ങുന്നത്. മത്സരത്തിന് മുമ്പ് വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് ഫ്രാൻസ് മുന്നേറ്റ താരം ജീൻ ഫിലിപ്പ് മറ്റേറ്റ. അടുത്തിടെ സംഭവിച്ച കാര്യങ്ങൾ ഫ്രാൻസിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ടെന്നും ക്വാർട്ടർ ഫൈനലിൽ എന്തു സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്നുമാണ് ഫിലിപ്പ് മറ്റേറ്റ പറഞ്ഞത്. മാഴ്സയിൽ വെച്ച് നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ന്യൂസിലൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തുന്നതിന് പിന്നാലെയാണ് ക്രിസ്റ്റൽ പാലസ് മുന്നേറ്റ താരമായ മറ്റേറ്റ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിഹാസ താരം തിയറി ഹെൻറി പരിശീലിപ്പിക്കുന്ന ഫ്രഞ്ച് ടീം ഒളിമ്പിക്സിന് ഗ്രൂപ്പ് എയിലെ എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നത്. അർജന്റീന മികച്ച ടീമാണെന്നും പ്രധാന ടൂർണമെൻറ്റുകളിലെല്ലാം ഫൈനലിലേക്ക് കടക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെന്നും മറ്റേറ്റ വ്യക്തമാക്കി. നിലവിൽ തങ്ങളുടെ വിജയം ആഘോഷിക്കുകയാണെന്നും അതിനുശേഷം മാത്രമേ അടുത്ത മത്സരത്തെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഉക്രൈനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അർജന്റീന ക്വാർട്ടറിലേക്ക് കടന്നത്. ഏറെ വിവാദമായി മാറിയ ആദ്യ മത്സരത്തിൽ മൊറോക്കോയോട് പരാജയപ്പെട്ട അർജന്റീന ഗ്രൂപ്പ് ബിയിൽ 2ാം സ്ഥാനം നേടിയാണ് ക്വാർട്ടറിൽ ഫ്രാൻസിനെതിരെ കളിക്കാനെത്തുന്നത്. വിചിത്രമായ കാര്യങ്ങളാണ് മൊറോക്കോ അർജന്റീന ഗ്രൂപ്പ് മത്സരത്തിൽ അരങ്ങേറിയത്. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അർജന്റീന സമനില ഗോൾ നേടിയെങ്കിലും 1.5 മണിക്കൂറിന് ശേഷം വാർ പരിശോധനയിലൂടെ ഗോൾ നിഷേധിക്കുകയായിരുന്നു. മൊറോക്കോയോട് പരാജയപ്പെട്ടെങ്കിലും ഇറാഖിനും ഉക്രൈനുമെതിരെ അർജന്റീന വിജയം സ്വന്തമാക്കി. ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടതോടെ തങ്ങൾക്ക് നിരാശയും ദേഷ്യവും തോന്നിയെന്നും എന്നാൽ ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണെന്നും പ്രഖ്യാപിച്ച് അർജന്റീനയുടെ മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ താരം ജൂലിയൻ അൽവരസ് രംഗത്ത് വന്നിട്ടുണ്ട്. ഫ്രാൻസ് ആതിഥേയരാണെന്നതും ശക്തമായ ടീമാണെന്നതും അറിയാം, എന്നാൽ ഫൈനലിലെത്താൻ അവരെ പരാജയപ്പെടുത്തിയേ മതിയാകൂ എന്നും അൽവരസ് പറഞ്ഞു. 2004-ലും 2008-ലും ഒളിമ്പിക് ഫുട്ബോൾ കിരീടം നേടിയ അർജന്റീന 3ാം കിരീടം ലക്ഷ്യമിട്ടാണ് പാരീസിൽ എത്തിയിരിക്കുന്നത്. കോപ്പ അമേരിക്ക ഫൈനൽ മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം ആഘോഷങ്ങൾക്കിടെയാണ് ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യമിട്ട് അർജന്റീന താരങ്ങൾ വംശീയ പരാമർശങ്ങൾ നടത്തിയത്. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് ഫിഫ പ്രഖ്യാപിച്ചിരുന്നു. 2022 ലോകകപ്പ് ഫൈനലിലെ ആവേശകരമായ പോരാട്ടത്തിന് ശേഷം ഇതാദ്യമായാണ് ഫ്രാൻസും അർജന്റീനയും തമ്മിൽ മത്സരം നടക്കുന്നത്. ലോകകപ്പ് ഫൈനൽ മത്സരം 3-3 സമനിലയിൽ അവസാനിക്കുകയും പെനാൽറ്റിയിലൂടെ അർജന്റീന വിജയിക്കുകയുമായിരുന്നു. ആ മത്സരത്തിൽ കളിച്ച നിക്കോളാസ് ഒട്ടാമെൻഡിയും ജൂലിയൻ അൽവരസുമാണ് ഒളിമ്പിക് ടീമിലുള്ള അർജന്റീന താരങ്ങൾ. യൂറോ കപ്പ് സെമി ഫൈനൽ മത്സരത്തിൽ സ്പെയിനിനോട് പരാജയപ്പെട്ട ഫ്രാൻസ് 2 കൽപ്പിച്ചാണ് അർജന്റീനയെ നേരിടാനൊരുങ്ങുന്നത്. എന്തായാലും ഓഗസ്റ്റ് 3 നടക്കുന്ന അർജന്റീന ഫ്രാൻസ് ഒളിമ്പിക് ക്വാർട്ടർ തീ പാറുന്ന മത്സരമായി മാറുമെന്ന് ഉറപ്പാണ്. മറ്റു ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ മൊറോക്കോ US-നെയും പരാഗ്വെ ഈജിപ്തിനെയും ജപ്പാൻ സ്പെയിനിനെയും നേരിടും.